ഉണ്ടായി എന്നല്ലേ? സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടിയുള്ള തീരുമാനം ബന്ധപ്പെട്ട പാർട്ടി കമ്മിറ്റികൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം എന്തിനാ പാർട്ടി നേതാക്കളെ കാണാൻ പോയത്? തന്നെ സ്ഥാനാർത്ഥി ആക്കണമെന്ന് പറഞ്ഞിട്ട്. അത് സ്ഥാനാർത്ഥി മോഹമല്ലേ? യഥാർത്ഥത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് അർഹതയിൽ കൂടുതൽ വിവിധ തലങ്ങളിൽ സ്ഥാനമാനങ്ങളും പദവിയും പാർട്ടി സ്ഥാനവും നൽകിയതിന് ശേഷം ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാൻ പാടും. അതൊരു രാഷ്ട്രീയ വഞ്ചനയല്ലേ? ആ രാഷ്ട്രീയ വഞ്ചനക്കെതിരായിട്ടുള്ള പാർട്ടി പ്രവർത്തകന്മാരുടെയും അനുഭാവികളുടെയും രോഷപ്രകടനം മലപ്പട്ടത്ത് നിന്ന് ആരംഭിച്ചത് അത് തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഉടനീളം ഉണ്ടാവും. അദ്ദേഹം പല്ലിൽ കുത്തി നാറ്റിക്കുകയാണ്. അദ്ദേഹം തളിപ്പറമ്പ് മണ്ഡലത്തിൽ ശ്യാമള ടീച്ചറെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസുമായി ചേർന്ന് രാഷ്ട്രീയ വഞ്ചനയിൽ ഏർപ്പെടുകയാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടിയെ തകർക്കാൻ വേണ്ടി ഏത് കൊലകൊമ്പൻ വന്നാലും അവർക്കെതിരെ പാർട്ടിയെ സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി ഇറങ്ങും. അതാണ് ഭൂതകാല ചരിത്രം. അതിന് മലപ്പട്ട ഒരു ഉദാഹരണമാണ്. മലപ്പട്ടത്ത് കുറച്ചു മുമ്പ് പ്രതിപക്ഷ നേതാവ് ആ പ്രശ്നത്തിൽ അന്ന് ആത്മാഭിമാന സദസ്സിൽ അധ്യക്ഷത വഹിച്ച് പ്രസംഗിച്ച ടി.കെ. ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് അതേ പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിക്കാരോടൊപ്പമാണ് ചേർന്ന് അപമാനിതനായി നിൽക്കുന്നത്. ആത്മാഭിമാന സദസ്സിൽ വ്യക്തമാക്കപ്പെട്ട മലപ്പട്ടത്തിൻ്റെ പാരമ്പര്യം എന്താ? ഒരു പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാർ മലപ്പട്ടത്താണ്. അതിന് കാരണം മലപ്പട്ടത്തെ വായനശാലയുടെ പ്രബുദ്ധതയാണ്. അവിടുത്തെ വായനശാലകൾ പലതും PSC കോച്ചിങ് സംഘടിപ്പിക്കുന്നു. അതിനെ തുടർന്ന് പലരും വിദ്യാസമ്പന്നരായി, പലരും PSC വഴി പരീക്ഷ എഴുതി ജോലി നേടി. ഈ പാരമ്പര്യമുള്ള ഒരു നാടിനെ അപമാനിച്ച പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയോടൊപ്പം ചേരാൻ പോകുന്ന ഗോവിന്ദൻ മാസ്റ്ററുടെ രാഷ്ട്രീയ വഞ്ചന ജനങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് ഞങ്ങൾക്കൊരു സംശയവുമില്ല, അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി മോഹമാണ്. ആ സ്ഥാനാർത്ഥി മോഹത്തെ തുടർന്നുള്ള പല കള്ളപ്രചരണങ്ങളുമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചാനലുകളിൽ വന്നത് നമുക്കൊന്ന് വായിക്കാം. അദ്ദേഹം പറഞ്ഞത്, വാർത്താ സമ്മേളനം നടത്തി പാർട്ടിയെ വെല്ലുവിളിക്കരുത്, പാർട്ടിയെ തകർക്കരുത്. 5.5 ലക്ഷത്തോളം വരുന്ന കമ്മ്യൂണിസ്റ്റുകാരായ പാർട്ടി അംഗങ്ങൾ ചോര നീരാക്കി വളർത്തിയ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മലപ്പട്ടത്തെ മണ്ണിൽ കുഞ്ഞിക്കണ്ണൻ്റെ നേതൃത്വത്തിൽ ധീരമായി നടന്ന കർഷക പോരാട്ടത്തിൻ്റെ ഭൂമിയിൽ കാവുമ്പായി രക്തസാക്ഷികൾ ജീവരക്തം കൊണ്ട് തുടുത്ത് വളർത്തിയെടുത്ത പ്രസ്ഥാനത്തെ ഒരു ടി.കെ. ഗോവിന്ദൻ വിചാരിച്ചാൽ തകർക്കാൻ കഴിയുമോ? ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ കണ്ടിരുന്നു. കാരണം ഞങ്ങളുടെ സഹപ്രവർത്തകരാണ്. ഞങ്ങളുടെ ജീവൻ അവസാനിക്കുന്നതുവരെയും ഒരു പാർട്ടി മെമ്പറെയും പാർട്ടി പ്രവർത്തകനെയും പാർട്ടിയിൽ നിന്ന് വിട്ടേക്കാൻ പാടില്ല. ഈ ബോധ്യം കൊണ്ട് ഒരു തവണയല്ല, ഒട്ടേറെ തവണ അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഘട്ടത്തിൽ അന്ന് തീരുമാനിച്ച വാർത്താ സമ്മേളനം നിർത്തി. അത് ഞങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ പറഞ്ഞു. ഇത് പാർട്ടിയുടെ ഒരു ശത്രുവായി പാർട്ടിക്കകത്ത് ദീർഘകാലം പ്രവർത്തിച്ചയാൾ മാറിയാൽ പിന്നെ കെട്ട തക്കാളിയാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞതാ.